Hi everyone, it's me Rahul. Welcome to Maintain FX, my YouTube channel. സോ ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് കയറിപ്പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ഡിപ്പ് കിട്ടാതെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബൈയിങ് പോയിന്റ് കിട്ടാതെ നമ്മൾ എൻട്രി എടുക്കുന്നത് ഇസ് നോട്ട് സേഫ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല മൊമെൻറ്റം ചെയ്ത് പോകണം മുകളിലോട്ട്. ബട്ട് നിഫ്റ്റി ഓൾറെഡി അറൗണ്ട് 200 പോയിൻറ്റ്സ് ഒക്കെ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, നിഫ്റ്റി ഒരു ദിവസം നോർമലി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 150-200 പോയിൻറ്റ്സ് ഒക്കെയാണ് മാക്സിമം മൂവ് ചെയ്യുക, അല്ലേ? അതിൽ കൂടുതൽ സാധാരണ നിഫ്റ്റി മൂവ് ചെയ്യാറില്ല. സോ നമുക്ക് അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നിന്ന് എൻട്രി ഉണ്ടായിരുന്നില്ല. ബാക്കി നാളത്തെ എന്താണ് എൻട്രി കാര്യങ്ങൾ നമ്മൾ ചാറ്റിൽ പോയി നോക്കാം. അതിന് മുന്നേ തന്നെ ഗ്ലെൻമാർക്ക് ഫാർമയായിരുന്നു നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത്. മോശമായിട്ട് മൂവ് ചെയ്തു, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും സ്റ്റുഡൻസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ഗുഡ്. ദെൻ നമുക്ക് പെട്ടെന്ന് ചാറ്റിൽ പോയിട്ട് നിഫ്റ്റിനെ നോക്കിയിട്ട് വരാം. ഓക്കെ, രണ്ട് ഗ്യാപ്പ് താഴെ വെച്ചിട്ടാണ് നിഫ്റ്റി വന്നിട്ടുള്ളത്, രണ്ട് ഗ്യാപ്പ്. സോ അസ്ബർ നൗ വീണ്ടും എനിക്ക് തോന്നുന്നു നാളെയും ഗ്യാപ്പ് അപ്പ് തന്നെ ആയിരിക്കും. അറൗണ്ട് വീണ്ടും നിഫ്റ്റി അറൗണ്ട് 26-33 ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്പോട്ട് നിൽക്കുന്നത് 23-72. സോ നാളെയും ഇനിയും ഗ്യാപ്പ് അപ്പ് തന്നെ ആയിരിക്കും. ഈ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, സോ നമുക്ക് ആ ഒരു ട്രേഡിൽ കയറാനുള്ള നമുക്കൊരു നല്ലൊരു ബൈയിങ് സിനാരിയോ നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, ആസ് എ ബയ്യർ നമ്മൾ എവിടെ നിന്നെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പോകും. അതുകൊണ്ടാണ് ഗ്യാപ്പ് അപ്പിനുള്ള സിനാരിയോയിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഗ്യാപ്പ് വന്നിട്ട് പിന്നെ ഒന്ന് താഴോട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ സിനാരിയോ വരികയാണെങ്കിൽ നമുക്ക് കയറാം. പക്ഷേ ഇങ്ങനൊരു സിനാരിയോ ഇപ്പോൾ 2 ദിവസമായിട്ട് വരുന്നില്ല. അതൊരു ഇഷ്യൂ ആണ് ആക്ച്വലി ഗ്യാപ്പ് അപ്പിൽ. സോ നമുക്ക് ഹോൾഡ് ചെയ്യാം. നാളെ ഇപ്പം നിഫ്റ്റി മെയിൻ 26,180 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 26,214, സെക്കൻഡ് ടാർഗറ്റ് 26,246. ഇതായിരിക്കും നാളത്തെ മുകളോട്ടുള്ള റേഞ്ച്. നമ്മൾ താഴോട്ടുള്ള എന്തായാലും ഒരു ബിയറിഷ് ട്രേഡിലോട്ട് നമ്മൾ എന്തായാലും നിഫ്റ്റിനെ നോക്കുന്നില്ല. നമ്മൾ ഒരു ഡിപ്പിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യും. അതാണ് നാളത്തെ നമ്മുടെ പ്ലാൻ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഓൾസോ സെയിം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയിലും പിന്നെയും ഒരു എൻട്രിയൊക്കെ നമുക്ക് നോക്കാമായിരുന്നു. അതും ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും കയറി പോവുക ചെയ്തത് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി നാളെ 59,357 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് നാളെ നല്ല ടാർഗറ്റ് ഉണ്ട്, മുകളിലോട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 59,441. ഓക്കെ, അതായത് 59,357 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 59,441, സെക്കൻഡ് ടാർഗറ്റായിട്ട് 59,527. ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ്സ്. ഓക്കെ, നാളെ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഈ ഹൈയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, 59,357 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡ് നോക്കാം. നിഫ്റ്റിയിൽ എൻട്രി കിട്ടിയില്ലെങ്കിലും സോ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം എങ്ങനെയാണ് നാളത്തെ സിനാരിയോ ഓപ്പൺ ചെയ്യുന്നത്. സോ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വി ഗോ ഫോർ ദിസ് ടു ടാർഗറ്റ്. ഓക്കെ, 59,441 ആൻഡ് 59,527. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. ആൻഡ് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതിന് മുകളിൽ 26,180 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,214, 26,246 ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പിന്നെയും നാളെ നമ്മൾ ഹോൾഡായി പോകും. ഓക്കെ, ഈ ഗ്യാപ്പ് അപ്പെങ്കിലും കയറി പോവുകയാണെങ്കിൽ ഞാൻ എൻട്രി നോക്കത്തില്ല. ഡിപ്പ് വന്നാൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കുകയുള്ളൂ. ഐ സ്റ്റിക്ക് ഓൺ മൈ റൂൾ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെറുതെ ഹിറ്റാവും. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ വിന്നിങ് റേറ്റ് അങ്ങ് നമുക്ക് കുറയും. സോ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോമോ എൻട്രീസ് ഒന്നും വേണ്ട, നമുക്ക് നോക്കിയിട്ട് പതിയെ എടുക്കാം. ഓക്കെ, നമ്മൾ ഫോമോ ആയിട്ട് നിഫ്റ്റി കയറി മുകളിൽ പോകത്തൊന്നുമില്ല. ഓക്കെ, ഇപ്പം ഈ 2 ദിവസം മുകളിലോട്ട് കയറി നിൽക്കുന്നത് എന്തെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ്റെ റീസണിൽ താഴോട്ട് വരും. താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബൈയിങ് റേഞ്ച് കിട്ടുകയാണെങ്കിൽ നിഫ്റ്റിനെ ബൈ ചെയ്യാം. ഓക്കെ, നാളെ അപ്പോൾ നമുക്ക് നോക്കാം. നിഫ്റ്റി 26,180 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതല്ല ഗ്യാപ്പ് അപ്പിൽ ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നോക്കാം. ഓക്കെ, സോ എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആയിട്ടില്ല, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും, അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ വി ക്യാൻ ട്രേഡ് ടുഗദർ ഇൻ വാട്സപ്പ് ഗ്രൂപ്പ്. ഓക്കെ.